ഹലോ ഗൈസ്, ഇന്ന് വലിയ പെരുന്നാള്. വൈകിയ വേളയിലാണെങ്കിൽ നമ്മളെ ആബൂസ് എടുത്തുകൊണ്ട് കുട്ടിപ്പട്ടാളങ്ങളെ കൊണ്ട് പെരുന്നാളിലേക്ക് പെരുന്നാൾസ്കാരം നിസ്കരിക്കാൻ പോകണം. ഏറെ നേരം വൈകിയോണ്ട് തന്നെ ബാക്കിൽ സഫിൽ ഇരുന്ന് പെരുന്നാൾസ്കാരം കഴിഞ്ഞാണ് നമ്മളങ്ങനെ നേരെ പുറത്തിറങ്ങി. പള്ളിയിൽ നിന്ന് ഇറങ്ങി കാണുന്നവരോടൊക്കെ സലാം പറഞ്ഞാണ്ട് ഇതുപാറക്കാട് പറഞ്ഞു. നമ്മളെ ചെക്കന്മാരെ നമ്മളെ കെട്ടിപ്പിടിച്ച് ആലിംഗനം ചെയ്യും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വണ്ടി എടുത്തുകൊണ്ട് കുട്ടികളെയും കൂട്ടിക്കാണ്ട് നേരെ പോകുന്നുണ്ട് ഖബർസ്ഥാനക്കാണ്. നമ്മളിൽ നിന്ന് ഇവിടെ പറഞ്ഞു പോയ അപ്പാന്റെ ഇപ്പാന്റെ ഇമ്മമാന്റെ ആപ്പാരും ഖബർ സിയാറത്തും കഴിഞ്ഞാണ് നമ്മളവിടെ നേരെ നാട്ടിൽ. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ നേരെ കണ്ട അളിയാക്കാനെ. അങ്ങനെ അളിയാക്കാനോട് സലാം ഇതുപാറക്കും പറഞ്ഞു കണ്ട് അവിടെ നിന്ന് ഇറങ്ങുമ്പോഴാണ് എന്റെ സുഹൃത്തുക്കളായിട്ടുള്ള ഒരുപാട് ആൾക്കാരെ ഞാൻ കണ്ടത്. പിന്നെ ഓലായിട്ട് കണ്ടുമുട്ടിക്കാണ്ട് ഓലോട് ഇതുപാറക്കാണ് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെയാണ് നമ്മളെ നാട്ടിലെ പെരുന്നാൾ പൊലിമ. വിശേഷ ദിവസങ്ങളിൽ പായസം വെച്ച് വിളമ്പി മധുരൂർന്ന സ്നേഹങ്ങൾ എല്ലാവർക്കും പകർന്നു നൽകും. അങ്ങനെ ഇമ്പമൂറും മധുരമുള്ള പായസം മതിവരോളം പെരുന്നാൾ പൊലിവും വിശേഷങ്ങളൊക്കെ പങ്കുവെക്കുന്ന തിരക്കിലാണ്. പിന്നെ മധുരത്തിൽ പങ്കുചേരാൻ വന്നാണ്. എല്ലാവർക്കും അള്ളാഹു പെരുന്നാൾ ദിനത്തിൽ അതിയായ പ്രതിഫലം നൽകട്ടെ. ആളെ കാണണം. ഇതുമാരൊക്കെ പറഞ്ഞ എല്ലാവരുടെയും പെരുന്നാൾ പൊലിവിൽ പങ്കുചേർന്ന് കാണാൻ നമ്മളങ്ങനെ നേരെ പോകേണ്ട ഉദയത്തിറക്കണോടത്ത് കാണാം. അങ്ങനെ അതും കഴിഞ്ഞ് നമ്മളങ്ങാടിയിൽ എത്തിയപ്പോഴാണ് ഇമ്മണി വലിയൊരു ഗുണ്ടേറ്റും വാസിൽ വന്നത്. അങ്ങാടിയിൽ ആൾക്കാർ കൂടിയോണ്ട് തന്നെ അടുത്ത കലാപരിപാടിയിലേക്കാണ് കടക്കൽ തുടങ്ങി. ഞാൻ എടുക്കൂല, ഫോട്ടോ എടുത്താൽ ഞാൻ ഉണ്ടാവില്ലല്ലോ. ഈ മാളിൽ ആൾക്കാർ ഫോട്ടോ എടുക്കുക. അങ്ങനെ പതിവ് തെറ്റാതെ ആ കലാപരിപാടി കിടന്നുറങ്ങാം. ഇങ്ങനെ പറയും, ഈ ആഹ്ലാദ പ്രകടനത്തോടു കൂടി ഈ പെരുന്നാൾ ആഘോഷം ഇവിടെ കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇപ്രാവശ്യത്തെ പെരുന്നാൾ തൂക്കാൻ വേണ്ടിട്ട് നമ്മളെ കുഞ്ഞുമോൻ തലങ്ങും മേൽക്കും ഫോട്ടോ എടുക്കണം. നിങ്ങളോട് പറയാൻ വട്ടം നിന്നതേ ഓർമ്മയുള്ളൂ. കുഞ്ഞുമോ നമ്മളോടാണ് തെറ്റി. എനിക്ക് വിഷമമുണ്ടോ? ഇല്ലടാ, നല്ല രസമായി. അങ്ങനെ കുഞ്ഞുമോൻ തെറ്റിയ സങ്കടം സഹിക്ക വയ്യാതെ സങ്കടം മാറ്റാൻ വേണ്ടിട്ട് പള്ളർച്ച് ബിരിയാണി വെച്ചാൽ ഞാൻ നേരെ വീട്ടിലേക്ക് എത്തി. അപ്പൊ താ കിടക്കണ ഒരുത്ത പായസം ഉണ്ടാക്കാൻ വേണ്ടി ഇന്നലെ തേങ്ങ വിളിച്ചാൻ പറഞ്ഞപ്പോ ഒപ്പം പിടിച്ച് കിടന്ന് തേങ്ങ വിളിച്ചാണ് അവനെ. അതും കഴിഞ്ഞ് അഗാധമായ തള്ളുകളിലേക്ക് കടന്നു. കട്ടിങ്ങാണേ ബാക്കിൽ ബൂട്ടാണ്. അപ്പൊ ഞാൻ അപ്പനോട് ചോദിച്ചു കൊടുക്കാൻ പോണേ, നമ്മൾ കളിച്ചാണാൻ പോലെ. പയ്യമാരിന്റെ തള്ളുകളൊന്നും ഏൽക്കാത്തോണ്ട് ഓരോരുത്തർ ഓരോരോ കലാപരിപാടിയിലുണ്ട് ഏർപ്പെട്ടു. അപ്പൊ പിന്നെ മെല്ലടന്ന് വലിഞ്ഞു കണ്ട് കസാലും വലിച്ചിട്ട് കണ്ട് അതിലിരുന്ന് കണ്ട് ക്ഷീണം മാറ്റാൻ വിചാരിച്ചു. പള്ളന്റെ ഉള്ളിന്നും വീടിന്റെ ഉള്ളിന്നും ഉളിവിളി വന്നതോടുകൂടി വാതിലും തള്ളി തുറന്ന് ചെന്നപ്പോ വിഭവസമൃദ്ധമായ ഒരു ടേബിൾ. വീണ്ടും കസാല വലിച്ചിട്ട് കണ്ട് കാര്യപരിപാടിയിലേക്കാണ് കടന്നു. ഉങ്ങളോട് പറയാനും വീട്ടിൽ നിന്നുണ്ടാക്കിയ ഫുഡ് വീട്ടുകാരുടെ കൂടെ കഴിക്കുമ്പോ കിട്ടേണ്ട സുഖം ഉണ്ടല്ലോ, ഒരു ഒന്നൊന്നര സുഖം തന്നെ ഉണ്ടാവും. അടിപൊളി, അൽഹംദുലില്ലാ, റാഹത്തായി വിശാലമായ ഒരു ഉറക്കം. അപ്പോൾ ഇതോടുകൂടി ഇപ്രാവശ്യത്തെ വലിയ പെരുന്നാൾ കഴിഞ്ഞു. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈദ് മുബാറക്.